ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായമാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. 18-ാം അധ്യായത്തിൽ യൂദാസ്കറിയോത്ത യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കൊടുക്കുകയും അവർ യേശുവിനെ പിടിക്കുകയും അവനെ വിസ്തരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. 19-ാം അധ്യായത്തിൽ കർത്താവ് ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ചമ്മട്ടി എന്ന് പറയുന്നത് പിടിക്കുവാനൊരു വടിയും അതിൻ്റെ അഗ്രത്തിൽ പല ചരടുകളിൽ കോർക്കപ്പെട്ട ഈയക്കട്ടികളും കൊളുത്തുകളും ഉണ്ട്. അത് ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ തന്നെ ദേഹത്തിൽ പല മുറിവുകൾ അതുണ്ടാക്കുന്നു. അതൊരു വലിയ പീഡന വസ്തുവായിരുന്നു. ഒന്ന് കുറച്ച് 40 അടികൾ, അതായത് 39 അടികൾ നൽകുക എന്നുള്ളത് യഹൂദരുടെ ഒരു രീതിയിലുള്ള ശിക്ഷാരീതിയായിരുന്നു. ആവർത്തന പുസ്തകം 25-3, 2 കൊരിന്ത്യർ 11-24 ഇവിടെയൊക്കെ നമുക്കത് കാണാൻ പറ്റും. അതിനുശേഷം കർത്താവിനെ അവർ ചുവപ്പ് വസ്ത്രവും മുൾമുടിയുമൊക്കെ അവിടെ അണിയിക്കുന്നുണ്ട്. പീലാത്തോസ് വീണ്ടും തൻ്റെ നിരപരാധിത്വത്തെ സാക്ഷിക്കാൻ വേണ്ടി കുറ്റമില്ലാത്തവനെ വിട്ടയക്കുകയല്ലേ എന്നവരോട് ചോദിക്കുന്നുണ്ട്. പീലാത്തോസ് അവരത് സമ്മതിക്കാതെ യേശുവിനെ വിസ്തരിച്ച ശേഷം അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. സ്നാപക യോഹന്നാനും യേശുവിനെ ചൂണ്ടിക്കാണിച്ചു, ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്. ഇവിടെ കൈസറാൽ അയക്കപ്പെട്ട പീലാത്തോസ് പറയുന്നു, ഇതാ കുറ്റക്കാരനായി പറയപ്പെടുന്നതായ മനുഷ്യൻ. യേശുവിനെക്കുറിച്ച് 2 രീതിയിലുള്ള വ്യത്യസ്തമായ വീക്ഷണമാണിത്. ഇന്നും ഈ വ്യത്യസ്തമായ വീക്ഷണം യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും മനുഷ്യ സമൂഹത്തിലുണ്ട്. യഹൂദന്മാർക്ക് യേശുവിനോട് അനുകമ്പ ഉണ്ടാകുമെന്ന് പീലാത്തോസ് പ്രതീക്ഷിച്ചു, പക്ഷെ അത് ഉണ്ടായില്ല. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ. യഹൂദന്മാർ അത് ആർത്തിയോടെ കാത്തിരുന്ന ഒരു വിധിയായിരുന്നു. കുരിശിൽ തറച്ചു കൊല്ലുന്ന ശിക്ഷാവിധി യഹൂദന്മാരുടേതല്ല. അവരുടെ രീതി കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. എന്നാൽ റോമൻ വധശിക്ഷയുടെ രീതിയാണ് കുരിശിൽ തറയ്ക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ യേശുവിനെ കുരിശിക്കാൻ പീലാത്തോസ് അവർക്ക് അനുവാദം കൊടുക്കുന്നു. എന്നിട്ട് 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദീർഘമായ വാദപ്രതിവാദങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് 10-11 വാക്യങ്ങളിൽ പീലാത്തോസ് അവൻ്റെ അധികാര മഹിമയെ അവിടെ പറയുന്നുണ്ട്. എനിക്ക് അധികാരമുണ്ട്. അപ്പോൾ യേശു പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ നിനക്കൊരു അധികാരവുമില്ല. എല്ലാ അധികാരങ്ങളും ദൈവദാനമാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്, അന്നും ഇന്നും എന്നും. ആ ബോധ്യമില്ലാതെ വരുമ്പോഴാണ് ആ അധികാരത്തെ ഭൗതികമായ രീതിയിൽ ചിന്തിക്കുകയും ആ രീതിയിൽ അത് മറ്റുള്ളവരെ വിധിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുക. എന്നാൽ ദൈവത്താൽ ലഭിച്ച അധികാരമാണെങ്കിൽ അത് ശുശ്രൂഷയ്ക്ക് മാത്രമേ നമ്മൾ വിനിയോഗിക്കുകയുള്ളൂ. എന്നിട്ട് യേശുമ്പുരാൻ ഒരു കാര്യം ഇവിടെ പീലാത്തോസിന് പറയുന്നുണ്ട്, നിന്നേക്കാൾ പാപം എന്നെ ഇതിന് ഏൽപ്പിച്ചു കൊടുത്തവനാണ്. അത് കയ്യാഫായെ ഉദ്ദേശിച്ചായിരിക്കണം യേശു ആ സമയത്ത് അങ്ങനെ പറഞ്ഞത്. യേശുവിൻ്റെ യഥാർത്ഥ ആളത്വം യേശുവിനോട് സംസാരിച്ചതിൽ നിന്ന് പീലാത്തോസിന് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം വിട്ടയക്കാൻ ആഗ്രഹിച്ചത്. എന്നാൽ കൈസറുടെ പേർക്ക് തന്നെക്കുറിച്ച് പരാതി ഈ യഹൂദന്മാർ ബോധിപ്പിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ അല്ലെങ്കിൽ വധിക്കാൻ വിട്ടുകൊടുക്കുന്നത്.
അതിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുവിനെ വധിക്കാൻ യേശുവിനെ കുരിശിൽ തൂക്കുവാൻ പീലാത്തോസ് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. കർത്താവിൻ്റെ മനുഷ്യാവതാര ഉദ്ദേശം ഇവിടെ നിറവേറ്റപ്പെടുകയാണ്. ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന സ്നാപക യോഹന്നാൻ്റെ പ്രഖ്യാപനം സകല ലോകത്തിൻ്റെയും പാപത്തെ വഹിക്കുന്ന ബലിവസ്തുവായ ക്രിസ്തു ഇവിടെ മാറ്റപ്പെടുന്നു. താൻ കാൽവറിയിൽ ഇപ്പോൾ ഒഴുക്കുന്നതായ രക്തമുഖാന്തരം ആദാമിൻ്റെ പാപത്തിന് എന്നേക്കുമായി പരിഹാരമുണ്ടാകുന്നു. മറ്റൊന്ന്, അവൻ്റെ രക്തത്താൽ നാം വിലയ്ക്ക് വാങ്ങപ്പെടുവാനുള്ള മുഖാന്തരം ഇവിടെ ഉണ്ടാകുന്നു. ഇതൊക്കെ ആ യേശുവിൻ്റെ ആ ക്രൂശുമരണ മുഖാന്തരം ഇവിടെ സംഭവിക്കുന്നു. പീലാത്തോസ് കുരിശിക്കാൻ യേശുവിനെ വിധിക്കുന്നതോടുകൂടി. അതിനുശേഷം 17-ാം വാക്യങ്ങളിലൊക്കെ, പിന്നെ അതിനുശേഷമുള്ള വാക്യങ്ങളിലൊക്കെ യേശു തമ്പുരാൻ ഇത് കുരിശുമായുള്ള യേശുവിൻ്റെ യാത്ര നമുക്ക് കാണാൻ പറ്റും. ആരാണോ ക്രൂശിക്കപ്പെടേണ്ടത് ആ വ്യക്തിയാണ് കുരിശ് ചുമക്കേണ്ടത്. അത് ഏറ്റവും ദീർഘമായ ഒരു വഴിയിലൂടെയാണ് അവർ അങ്ങനെയുള്ളവരെ കൊണ്ടുപോകുന്നത്. ജനമെല്ലാതെ കാണണം. ഇത് കണ്ട് ജനം ഇനി തെറ്റ് ചെയ്യാതിരിക്കാൻ അവർ ഭയപ്പെടണം. ആ സങ്കടകരമായ യാത്രയിലും ചമ്മട്ടിപ്രഹരം ഇടയ്ക്കിടയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കും. എന്തിന് ഈ ആളെ ക്രൂശിക്കുന്നു എന്നതിൻ്റെ കാരണം എഴുതിയതായ ഒരു പലക മുൻപിൽ പിടിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ അക്കാലത്തെ ക്രൂശീകരണത്തിൻ്റെ രീതിയായിരുന്നു. പിന്നെ പറയുന്നു കബിപ്തോ അഥവാ തലയോടിടം, ഗോൽഗുൽത്ത എബ്രായ ഭാഷയിൽ അങ്ങനെ പറയുന്നു, ലാറ്റിൻ ഭാഷയിൽ കാൽവറി എന്ന് പറയുന്നു. അവിടെയാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്. പട്ടണത്തിന് പുറത്താണ്. ആദാമിനെ സംസ്കരിച്ചതും അബ്രാഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയതൊക്കെ ഈ മലയിലാണെന്ന് പാരമ്പര്യം പറയുന്നു. നമുക്കറിയാം, മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, വിശുദ്ധ യോഹന്നാൻ എല്ലാ സുവിശേഷകന്മാരും യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. കൂടെ കുരിശിക്കപ്പെട്ട 2 പേർ കള്ളന്മാരായിരുന്നുവെന്ന് മറ്റ് സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു യഹൂദന്മാരുടെ രാജാവെന്ന് എബ്രായ, ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിൽ അവിടെ എഴുതി വെച്ചതുകൊണ്ട് ആ പെസഹ പെരുന്നാളിന് അന്ന് അവിടെ വന്ന 10,000-കണക്കിന് ആളുകൾക്ക് അത് വായിക്കുവാൻ കാരണമായിട്ട് തീർന്നു. ആ മേലെടുത്ത് മാറ്റി എഴുതണമെന്ന് യഹൂദന്മാർ ആവശ്യപ്പെട്ടു. യഹൂദന്മാരുടെ രാജാവിന് പറഞ്ഞുവെന്ന് പീലാത്തോസ് സമ്മതിച്ചില്ല. ഇപ്പോഴത്തെ ഈ മനോഭാവം ക്രൂശിക്കാൻ ഏൽപ്പിച്ചപ്പോൾ പീലാത്തോസിനുണ്ടായില്ല. ഉണ്ടായിരുന്നെങ്കിൽ യേശു കുരിശിക്കപ്പെടത്തില്ലായിരുന്നു. യേശു കുരിശിക്കപ്പെടേണ്ടത് ആവശ്യമാണെങ്കിലേ മനുഷ്യരക്ഷ ഉണ്ടാവുകയുള്ളല്ലോ. 23-24 വാക്യങ്ങൾ വായിക്കുന്നു. അവർ യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഇത് പങ്കിട്ടെടുക്കുന്നതാണ്. ഒരു വശത്തും മരണവേദന അനുഭവിക്കുന്ന കർത്താവ് ആ കുരിശിൻ്റെ ചുവട്ടിലിരുന്ന് പടയാളികൾ യേശുവിൻ്റെ വസ്ത്രത്തിനു വേണ്ടി അവരവിടെ ചീട്ടിടുന്നു. അവിടെ ചീട്ടിടുന്നത് കർത്താവ് ധരിച്ചതായ ആ അങ്കിക്ക് വേണ്ടിയിട്ടാണ്. അത് തയ്യലില്ലാതെ നെയ്തെടുത്തതായിരുന്നു. അപ്പം അത് കീറിക്കളയുന്നത് ശരിയല്ല എന്ന് അവർക്ക് തോന്നിയിട്ട് അവരത് ചീട്ടിട്ടെടുക്കുകയാണ്. ഈ ഒരു മനോഭാവം ഇന്നത്തെ ക്രൈസ്തവ സഭയ്ക്കുണ്ടായാൽ മതിയായിരുന്നു. സഭ പലതായിട്ട് ഭാഗിച്ചു പോകാതെ ഈ പടയാളികൾക്കുണ്ടായ മനോഭാവം പോലും ഇന്ന് ക്രൈസ്തവ സഭയിൽ നേതൃത്വം വഹിക്കുന്നവർ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായൊരവസ്ഥ. അത് പലതായിട്ട് ഭാഗിച്ച് കീറിയെടുക്കാനുള്ള മനോഭാവം എല്ലാ ക്രൈസ്തവ സഭകളിലും അധികാരത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇത് നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വസ്ത്രം
തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ ആരംഭ നാളുകളിൽ തൻ്റെ മാതാവ് നെയ്തുണ്ടാക്കിയതാണെന്ന് പാശ്ചാത്യ പൗരസ്ത്യ സഭകളൊക്കെ അപ്രകാരം വിശ്വസിക്കുന്നവരാണ്. അവരെൻ്റെ അങ്കിക്കായി ചീട്ടിട്ടുവെന്ന 22-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു. 25-27 വാക്യങ്ങൾ നമ്മൾ കാണുന്നത് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള വലിയ കരുതലാണ്. കുരിശുമേ കിടക്കുന്ന കർത്താവ് തൻ്റെ മാതാവിനെ കണ്ടിട്ട് സ്നാപക യോഹന്നാനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ആ നിമിഷം മുതൽ യോഹന്നാൻ പരിശുദ്ധ അമ്മയെ തൻ്റെ ഭവനത്തിൽ ഇത് കൈക്കൊണ്ടുവെന്നാണ്. ഇതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. യേശുവിന് സ്വന്തം സഹോദരന്മാർ അല്ല, ഈ അമ്മ പ്രസവിച്ച മറ്റു മക്കളുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും യോഹന്നാനെ യേശുവിനെ ഏൽപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ആ സഹോദരന്മാർ യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നൊക്കെ പറയുന്നതൊക്കെ കർത്താവിൻ്റെ കസിൻസാണ്. അല്ല, സ്വന്തം മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന് അവരുടെ അമ്മയെ അവരൊരിക്കലും വിട്ടുകൊടുക്കത്തില്ലായിരുന്നല്ലോ. തന്നെയല്ല, നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് കർത്താവ് പറയുന്നതിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും അമ്മയാണ് പരിശുദ്ധ മറിയമെന്ന ആ ഒരു പദവിയിലേക്ക് അമ്മ ഇവിടെ ഉയർത്തപ്പെടുകയാണ്. സ്ത്രീയെ എന്ന് തൻ്റെ അമ്മയുടെ അഭിസംബോധന ചെയ്യുന്നു. കാനാവിൽ കല്യാണ ഭവനത്തിലും ഇതേ വാങ്ങൽ കാണുന്നു. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും ശുശ്രൂഷയുടെ സമാപനത്തിലും കർത്താവ് തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇത് ഉൽപ്പത്തി 3-16 വാക്യത്തിൻ്റെ നിവൃത്തിയാണെന്ന് പറയുന്ന വേദപണ്ഡിതന്മാരുണ്ട്. അതായത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതിക്കുമെന്ന വാഗ്ദത്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആ സ്ത്രീയുടെ സന്തതിയായി പിശാചിൻ്റെ തല ചതിക്കാൻ വന്ന പുത്രനാണ് താനെന്നും ആ സ്ത്രീയാണ് ഈ നിൽക്കുന്ന അമ്മയെന്നും അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വലിയ വാഗ്ദത്തം അവിടെ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. ഇനിയും എനിക്ക് ദാഹിക്കുന്നു എന്ന് കർത്താവ് കുരിശുമേൽ കിടന്ന് പറയുന്നു. അവൻ പൂർണ്ണ ദൈവവും അതേസമയത്ത് പൂർണ്ണ മനുഷ്യനുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിശപ്പും ദാഹവും ഒക്കെ കർത്താവിനുണ്ട്. ഇതിന് മറ്റൊരു ആന്തരികമായ അർത്ഥമുണ്ട്. ഇന്നും കുരിശിൽ കിടന്നുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് നടത്തുന്നതായ ദാഹം ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ ദാഹം ഇത് തീർക്കുവാൻ തക്കവണ്ണം കർത്താവിന് വേണ്ടി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കർത്താവ് കുരിശിൽ കിടന്നു. അവരുടെ റോമൻ രീതി അനുസരിച്ച് മൃതശരീരം അവർ ഉടനെ അതിൽ നിന്ന് കുരിശിലിറക്കാറില്ലായിരുന്നു. മറ്റ് കഴുകനും മറ്റ് പക്ഷികളൊക്കെ വന്ന് അത് ഭക്ഷിക്കാനുള്ള അവസരം കൂടെ കൊടുക്കുമായിരുന്നു. എന്നാൽ യഹൂദ നിയമപ്രകാരം ക്രൂശിൽ തൂക്കുന്നവനെ അന്ന് തന്നെ അവിടെ നിന്ന് ഇറക്കി സംസ്കരിക്കണമെന്നുള്ള നിയമമുണ്ട്. ആവർത്തനം 21, 22, 23 വാക്യങ്ങളിലൊക്കെ നമുക്കിത് കാണാം. അവർ വന്ന് യേശു മരിച്ചോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട 2 പേരുടെയും മുഴങ്കാലുകൾ ഒടിച്ചു. യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു മരിച്ചുവെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ട് മുഴങ്കാലുകൾ ഒടിച്ചില്ല. ഇതൊരു പ്രവചന പൂർത്തീകരണമാണ്. അതായത് പെസഹ കുഞ്ഞാടിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സംഖ്യാപുസ്തകം 9:12, പുറപ്പാട് 12:46 വായിക്കുമ്പോൾ പെസഹ കുഞ്ഞാടിനെ ഭക്ഷിക്കുന്ന ദിവസം, പെസഹയുടെ ദിവസം ഓരോ ഭവനത്തിനും ഓരോ ആടിനെ എടുക്കണമല്ലോ. പറയുന്നുണ്ട്, അതിൻ്റെ മാംസം ഭക്ഷിക്കണം, അതിൻ്റെ അസ്ഥി ഒടിക്കാൻ പാടില്ല. ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് സകല പെസഹ കുഞ്ഞാടിൻ്റെയും പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു, അവൻ്റെ അസ്ഥി ഒടിയാൻ പാടില്ല എന്നുള്ള പ്രവചനം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്.
എന്നാൽ മരിച്ചോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയായിരിക്കണം കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. അപ്പോൾ രക്തവും വെള്ളവും അതിൽ നിന്ന് ഒഴുകിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ രക്തം വെള്ളവും അതാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് കാരണമായിട്ട് തീർന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ വീഞ്ഞിൽ വെള്ളം ചേർക്കുമ്പോൾ കർത്താവേ, നിൻ്റെ ദൈവത്തെ ഞങ്ങളുടെ മനുഷ്യത്വമായി സംയോജിച്ചതുപോലെ ഈ വെള്ളത്തെ വീഞ്ഞുമായി സംയോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ വിശുദ്ധ കുർബാനയിലും പുരോഹിതൻ ആ പ്രാർത്ഥന അവിടെ ചൊല്ലുന്നുണ്ട്. ഇനിയും യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കബറടക്കമാണ്. മറ്റ് സുവിശേഷങ്ങളിലൊക്കെ നമ്മളെ അരിമത്യക്കാരൻ ജോസഫിനെ കുറിച്ചാണ് വായിക്കുന്നത്. ഇവിടെ നീക്കോദിമോസിനെ കൂടെ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ ഈ നീക്കോദിമോസിനെ നേരത്തെ കണ്ടു. യഹൂദന്മാരുടെ മൽപ്പാനായിരുന്നു. അവൻ യേശുവിനെ കാണാൻ വന്നത് ഒരു രാത്രികാലമാണ്, യഹൂദന്മാരെ ഭയപ്പെട്ടിട്ട്. ഇപ്പോൾ ഈ നീക്കോദിമോസിന് ഭയമില്ല. അവനാണ് 100 റാത്തൽ സുഗന്ധദ്രവ്യമൊക്കെ ആയിട്ടാണ് വന്നത് കർത്താവിനെ സംസ്കരിക്കുവാൻ. കാരണം യേശുവിനെ അവൻ രാത്രിയിൽ വന്നു, അന്ധകാരത്തിൽ വന്ന് യേശുവിനെ കണ്ടവൻ പ്രകാശത്തിലായി. ഇപ്പോൾ നീക്കോദിമോസിന് നല്ല ധൈര്യമായി. യേശുവിൻ്റെ ശരീരം ചോദിച്ചു വാങ്ങി പരസ്യമായി യേശുവിനൊരു ശവസംസ്കാരം കൊടുക്കുവാൻ തക്കവണ്ണം ജോസഫിനോട് ചേർന്ന് പങ്കാളിയാകുവാൻ നീക്കോദിമോസിന് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഇതാണ് ക്രിസ്തുവിലായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, പിന്നെ ആരെയും ഒന്നിനെയും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. നമ്മളും പീലാത്തോസും സമൂഹത്തെ ഭയപ്പെട്ട് യേശുവിനെ ക്രൂശിക്കാൻ വിധിക്കുന്നു. നമ്മളും സമൂഹത്തെ ഭയപ്പെട്ട് യേശുവിനെ പരസ്യമായി സാക്ഷിക്കുവാൻ നമ്മളും ഭയപ്പെടുന്നു. എന്നാൽ ഇന്ന് കർത്താവിനെ ശിഷ്യത്വത്തിലേക്ക് വിളിച്ച കൂടെ നടന്ന ശിഷ്യന്മാരൊന്നും ഇപ്പോൾ അവിടെയില്ല. എല്ലാവരും പ്രാണരക്ഷാർത്ഥം ഓടിമറിഞ്ഞു. പരസ്യ ശിഷ്യത്വം സ്വീകരിക്കാതെ ഹൃദയത്തിൽ യേശുവിനെ ഉൾക്കൊണ്ട സ്വീകരിച്ച ഇവരാണ് യഥാർത്ഥ ശിഷ്യന്മാർ, ഇവരാണ് യഥാർത്ഥ സ്നേഹിതർ. ആപത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുകയും നമ്മുടെ അടുത്ത് വരികയും നമ്മുടെ ദുഃഖം പങ്കുവയ്ക്കുകയും ചെയ്യുന്നവർ ആണല്ലോ യഥാർത്ഥ സ്നേഹിതന്മാർ. ഇവിടെ നമുക്ക് ഇത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണവും കർത്താവിൻ്റെ കബറടക്കവുമാണ്. എല്ലാ സുവിശേഷങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അല്പസ്വല്പം ചില കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾക്ക് ശേഷം പല സ്ഥലത്ത് ഇരുന്ന് അവരൊക്കെ എഴുതിയതാണ് ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ വിസ്തീർണത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് മാത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ആ വേദന നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് ഇതൊക്കെ ചെയ്തെന്ന് മനസ്സിലാക്കി ആ കർത്താവിൻ്റെ ക്രൂശിൽ നമുക്കും പങ്കാളികളാകാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പിതാക്കന്മാർ ഇപ്രകാരം രേഖപ്പെടുത്തി വായിച്ചിട്ടുണ്ട്. യേശു ക്രൂശിക്കപ്പെട്ട കുരിശിൻ്റെ മറുപുറത്ത് അമ്മ ക്രൂശിക്കപ്പെട്ടു. അമ്മയ്ക്ക് മാനസികമായ ക്രൂശീകരണം അവിടെ സംഭവിച്ചു. തൻ്റെ ഏകജാതൻ, തൻ്റെ മകൻ ഒരു കുറ്റക്കാരനെ പോലെ വധിക്കപ്പെടുന്നത് കാണേണ്ട അവസ്ഥ അമ്മയുടെ ജീവിതത്തിലുണ്ടായി. അതാണ് യേശു ക്രൂശിക്കപ്പെട്ട ക്രൂശിൻ്റെ മറുപുറത്ത് അമ്മ ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നതായ ഓരോ വേദനാജനകമായ അനുഭവങ്ങളും വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നമ്മൾ നിന്നിട്ട് സഹിക്കേണ്ടി വരുന്ന വേദനകൾ,
അല്ലെങ്കിൽ നന്മ ചെയ്തിട്ട് തിന്മ പ്രതിഫലമായി നമ്മൾ അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശിൻ്റെ മറുപുറത്ത് നമ്മൾ ക്രൂശിക്കപ്പെടുന്നു എന്ന് ഓർക്കുക. അതുകൊണ്ടാണ് ഗിരിപ്രഭാഷണ കർത്താവ് പറഞ്ഞത്, നന്മ ചെയ്തിട്ട് തിന്മ പ്രതിഫലമായി അനുഭവിക്കുമ്പോൾ സന്തോഷിക്കുവിൻ, പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്, ഇരട്ടിയായിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് അവൻ്റെ ക്രൂശിന് പങ്കുവഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.